ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ആന്വിറ്റി മെത്തേഡ് പ്രകാരം എങ്ങനെ നമുക്ക് ക്യാഷ് പ്രൈസ് കാണാന്നുള്ളതാണ് അല്ലെ. ഞാൻ കഴിഞ്ഞ ക്ലാസ് ജസ്റ്റ് പറഞ്ഞിരുന്നു നിങ്ങളുടെ ബുക്കിൽ ചെറിയ വ്യത്യാസം ഉണ്ട്, നമ്മൾ ആന്വിറ്റി എന്താണെന്ന് പഠിക്കുകയും ചെയ്തില്ല. അപ്പൊ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു കേട്ടോ, ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാഷ് പ്രൈസ് യൂസിങ് ആന്വിറ്റി മെത്തേഡ് അല്ലെ. ആന്വിറ്റി ഫാക്ടർ എന്നുള്ളത് രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയാ? ഒന്ന് നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റ് അല്ലെ, പിന്നെന്താ ഇൻട്രസ്റ്റ് റേറ്റ്. ഇത് രണ്ടിനും ബേസ് ചെയ്തിട്ടാണ് ആന്വിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു. നമ്മൾ പറയുകയും ചെയ്തു ആന്വിറ്റി ഫാക്ടർ കാണാനുള്ള രീതി എങ്ങനെയാ. ആന്വിറ്റി അല്ലെ ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്ത് പറഞ്ഞു? 1 മൈനസ് 1 ഡിവൈഡഡ് ടു 1 പ്ലസ് ആർ അല്ലെ ഹോൾ റൈസ് ടു n 4 ഡിവൈഡഡ് ടു ആർ അല്ലെ. n ഈസ് ഈക്വൽ ടു എന്താ? നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റും r ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ഇൻട്രസ്റ്റ് റേറ്റ്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലെ. എങ്ങനെ ആന്വിറ്റി കാണാന്ന് പഠിച്ചു. നമ്മൾ 2-3 പ്രോബ്ലംസ് ചേഞ്ച് ചെയ്യും. ഇനി എപ്പോഴാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുക നമുക്ക് പഠിക്കണം കേട്ടോ. എന്നിട്ട് കഴിഞ്ഞ പ്രോബ്ലംസും ഇതും തമ്മിലുള്ള കഴിഞ്ഞ പ്രോബ്ലത്തിൽ എപ്പോഴൊക്കെയാണ് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് അറിയണം. ശ്രദ്ധിച്ചോളൂ, നോട്ട് എഴുതി വെക്കുമ്പോൾ നിങ്ങൾ തന്നെ എഴുതി വെക്കുക. ആന്വിറ്റി മെത്തേഡ് is used when installment amount to be paid is same each year. Installment amount is to be paid is same each year. അതിന്റെ അർത്ഥം എന്താ? ഓരോ വർഷവും നമ്മൾ കൊടുക്കുന്ന ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് സെയിം ആയാൽ മാത്രമേ ആന്വിറ്റി മെത്തേഡ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് കാണാനായിട്ട്? ക്യാഷ് പ്രൈസ് കാണാനായിട്ട് കേട്ടോ. ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. എപ്പോഴാണ് ആന്വിറ്റി? നിങ്ങൾ എഴുതി വെച്ചോളൂ. ആന്വിറ്റി മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ടു ബി പെയ്ഡ് ഈസ് സെയിം ഈച്ച് ഇയർ. ഒരേ എമൗണ്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആന്വിറ്റി മെത്തേഡ് ഫോളോ ചെയ്യാം. ഞാൻ പറയുന്നത് ക്ലിയർ ആയോ? ഓക്കെ, then cash price is equal to ശ്രദ്ധിച്ചോളൂ, cash price is equal to installment into annuity factor. Installment into annuity factor നമുക്ക് എങ്ങനെ പറയാം? installment into annuity factor. ഇതായിരിക്കും എന്ത് എന്നുള്ളത്? ക്യാഷ് പ്രൈസ് എന്നുള്ളത്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുണ്ടല്ലേ? അങ്ങനെയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നാ പറഞ്ഞത്? ഇൻസ്റ്റാൾമെന്റ് ഇൻടു ആന്വിറ്റി ഫാക്ടർ. ഇൻസ്റ്റാൾമെന്റ് എത്രയാന്ന് നോക്കുക, അത് ഇൻടു എന്താ? ആന്വിറ്റി ഫാക്ടർ. ഓരോ വർഷം ഇൻസ്റ്റാൾമെന്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പൊ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം അല്ലെ. മറ്റേ സെയിം ആണ്, എത്രയാണ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യണം അത് ഇൻടു എന്തെടുക്കാം? ആന്വിറ്റി ഫാക്ടർ എടുക്കാം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുണ്ടല്ലോ അല്ലെ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നോക്കൂ, നമുക്ക് അറിയാൻ വേണ്ടിട്ട് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിള് ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ക്യാഷ് പ്രൈസ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 1,14,000 പെർ ആനം ഈച്ച് 4 ഇൻസ്റ്റാൾമെന്റ്സ് കേട്ടോ. 4 ഇൻസ്റ്റാൾമെന്റ്സ് 1,14,000 വെച്ചിട്ട് 4 വർഷം അതിന് ഓരോ 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കേട്ടോ. 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യണം. ഇൻട്രസ്റ്റ് റേറ്റ് 10%. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത് 90,000 rupees. 90,000 അതാണ് എന്ത് പറയണത്? ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും? നമ്മൾ ചെയ്ത പ്രോബ്ലം തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സെയിം പ്രോബ്ലം തന്നെ എടുത്തു എന്ന് മാത്രം. നിങ്ങൾ കമ്പയർ ചെയ്യാമല്ലോ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെയാ ചെയ്ത്? റിവേഴ്സ് വർക്കിംഗ് ആ ചെയ്ത് അല്ലെ. ഒരു ടേബിൾ വരച്ചു, ലാസ്റ്റ് ഇയർ വെച്ചിട്ട് നമ്മൾ റിവേഴ്സ് വർക്കിംഗ് ആ ചെയ്ത്. രണ്ട് രീതിയിൽ പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിച്ചു തരാൻ പോകില്ല, സെയിം ആൻസർ കിട്ടുമെന്നുള്ളത് അല്ലെ. നമ്മൾ ചെയ്ത മെത്തേഡ് എന്നുള്ളത് റിവേഴ്സ് വർക്ക് ആയിരുന്നു. ഞാൻ ആദ്യം നമ്മുടെ മെത്തേഡ് നോക്കാം. ഇവിടെ നോക്കിക്കോളോ, ഒരേ അല്ല എമൗണ്ട്. നോക്കൂ, ആണോ? ക്ലിയർ ആവുണ്ടല്ലേ? ഒരേ എമൗണ്ട് അല്ലേ? ഈച്ച് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 4 വർഷങ്ങളിൽ സെയിം ഇൻസ്റ്റാൾമെന്റ് ആ പോണത് ആണോ? അപ്പൊ എനിക്ക് ഇവിടെ എന്താ അപ്ലിക്കബിൾ ആണ്? ആന്വിറ്റി മെത്തേഡ് ഈസ് അപ്ലിക്കബിൾ അല്ലെ.
ആനുവിറ്റി മെത്തേഡ് അല്ലെ ഈസ് അപ്ലിക്കബിൾ. നമുക്ക് ആനുവിറ്റി മെത്തേഡ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം എന്നർത്ഥം. ഞാൻ പറയുന്നത് ക്ലിയർ ആയല്ലോ. ഇൻസ്റ്റാൾമെന്റ് സെയിം ആവുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞു ക്യാഷ് പ്രൈസ് ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞത്, ഇൻസ്റ്റാൾമെന്റ് ഇൻടു എന്താ, ആനുവിറ്റി ഫാക്ടർ അല്ലെ, ഇൻടു എന്താ, ആനുവിറ്റി ഫാക്ടർ. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് എത്രയാന്നാ പറഞ്ഞത്, 1,14,000 അല്ലെ, അതല്ല 1,14,000 അല്ലേ, അത് ഇൻടു ആനുവിറ്റി ഫാക്ടർ. നിങ്ങൾ എന്തെടുക്കുക, ആനുവിറ്റി ഫാക്ടർ കാൽക്കുലേറ്റർ ജി ടി ഉള്ളവർക്ക് സെയിം ആണെന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാ പറഞ്ഞിട്ടുള്ളത്, 1/2 അല്ലെ, 1.1 10% അല്ലേ പറഞ്ഞിട്ടുള്ളത്. 4 ഈക്വൽ ടു അടിക്കുക, ഈക്വൽ ടു ഈക്വൽ ടു ഈക്വൽ ടു ഈക്വൽ ടു ജി ടി ഉള്ളവർക്ക് അപ്പൊ ജി ടി അമർത്തിയാൽ മതി. ജി ടി ഇല്ലാത്തവർക്ക് എന്ത് വേണം, -1 ഡിവൈഡഡ് ടു 6 അല്ലെ, 0.1 is equal to 3.167 16986 സംതിങ് കിട്ടും കേട്ടോ. ഇത് നമുക്ക് കിട്ടാവുന്ന എമൗണ്ട് ഞാൻ നീട്ടി എഴുതിയെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, ഇൻടു 1,14,000 എത്ര കിട്ടും നോക്കൂ, 1,14,000 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 3 lakh rupees 3,61,365 3,61,365 ഇത്രയാണ് നമുക്ക് ക്യാഷ് പ്രൈസ് കിട്ടിയത് അല്ലെ. ഇപ്പോഴും ക്യാഷ് പ്രൈസ് മൊത്തത്തിൽ പറയാൻ പറ്റില്ല, കാരണം എന്താ, ഇതിൽ ഡൗൺ പേയ്മെന്റ് ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഗ്രോസ് ക്യാഷ് പ്രൈസ് ഈസ് ഈക്വൽ ടു അല്ലെ, ഗ്രോസ് ക്യാഷ് പ്രൈസ് ഈസ് ഈക്വൽ ടു എന്ത് പറയണം, 3,61,365 പ്ലസ് എന്ത് വരും, 90,000 ആണ് വരുന്നത്. ഗ്രോസ് ക്യാഷ് പ്രൈസ് ആണെങ്കിൽ ഡൗൺ പേയ്മെന്റ് കൂട്ടണം അല്ലെ. അപ്പൊ എത്ര വരും, പ്ലസ് 90,000 എത്ര വന്നു, 4,51,365 അല്ലെ, 4,51,365. ഇത് ക്ലിയർ ആയോ. അപ്പൊ ഇതാണ് ഏത് മെത്തേഡ്, ആനുവിറ്റി മെത്തേഡ് എന്നുള്ളത്. ആനുവിറ്റി മെത്തേഡ് ഞാൻ പറയുന്നത് ക്ലിയർ ആവുണ്ടല്ലോ അല്ലെ. എങ്ങനെയാ ആനുവിറ്റി മെത്തേഡ് ഫോളോ ചെയ്യാം, ഓരോ വർഷം പേ ചെയ്യേണ്ട ഇൻസ്റ്റാൾമെന്റ് സെയിം ആണെങ്കിൽ ഒറ്റയടിക്ക് ആനുവിറ്റി മെത്തേഡ് കാണാം. ഞാൻ പറയുന്നത് ക്ലിയർ ആവുണ്ടോ. അപ്പൊ ആനുവിറ്റി മെത്തേഡിലെ ക്യാഷ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഇൻസ്റ്റാൾമെന്റ് ഇൻടു ആനുവിറ്റി ഫാക്ടർ. അപ്പൊ നമുക്ക് കിട്ടും, ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ പ്ലസ് ഡൗൺ പേയ്മെന്റും കൂടി ലാസ്റ്റ് ആൻസറിനൊപ്പം എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇത് പറയുന്നത് ക്ലിയർ ആയോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാ, ഒരു പ്രശ്നം അത് നിങ്ങൾ മനസ്സിലാക്കണം. ചോദ്യത്തിൽ ഓരോ വർഷത്തെ ഇൻട്രസ്റ്റും ഉണ്ട് എന്ന് വിചാരിക്കുക, കാണാൻ പറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ അടിയിൽ എഴുതി തരാം ഭാഗം കേട്ടോ, ശ്രദ്ധിച്ചോളാം. ഓക്കെ, അതായത് ഇതിന്റെ നമുക്കൊരു when not to be used, എപ്പോഴാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ഈവൻ ദോ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ഈസ് സെയിം. ഞാൻ നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പറയണട്ടാ. അതായത് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് സെയിം ആയി യൂസ് ചെയ്യാൻ, സെയിം ആണെങ്കിൽ പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് പറയണത്. എപ്പോഴാ, നമുക്ക് ഓരോ വർഷത്തെ ഇൻട്രസ്റ്റും കാണണമെന്ന് വിചാരിക്കുക, ഓരോ വർഷത്തിൽ ഇൻട്രസ്റ്റ് കാണണമെന്ന് വിചാരിക്കുക. അപ്പൊ ഈ മെത്തേഡ് എന്തായിരിക്കില്ല, സ്യൂട്ടബിൾ ആയിരിക്കില്ല. കാരണം ഇത് വെച്ച് ഒറ്റയടിക്ക് നമുക്ക് ക്യാഷ് പ്രൈസ് അല്ലേ കിട്ടണത്, ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടോ. ഇഫ് ഇൻട്രസ്റ്റ് of each year to be calculated ഓരോ വർഷത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ മെത്തേഡ് അപ്ലിക്കബിൾ ആയിരിക്കില്ല. ഞാൻ പറയണത് ക്ലിയർ ആയോ, പറഞ്ഞു മനസ്സിലായല്ലോ അല്ലെ. അങ്ങനെയാകുമ്പോൾ നമുക്ക് നേരത്തെ പഠിച്ച ആ മെത്തേഡ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ, പറഞ്ഞത് മനസ്സിലായല്ലോ. യെസ്, അങ്ങനെ ഇതാണ് ഏത് മെത്തേഡ്, ആനുവിറ്റി മെത്തേഡ്. ഇനി നമ്മൾ ഇതേ പ്രോബ്ലം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് നേരത്തെ മെത്തേഡിൽ ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ മെത്തേഡ് അല്ലെ, വിത്തൗട്ട് ആനുവിറ്റി ഒന്നും ചെയ്ത് നോക്കാം. റിവേഴ്സ് വർക്ക് ചെയ്തിട്ടുള്ള വിത്തൗട്ട് ആനുവിറ്റി മെത്തേഡ് ഒന്നും ചെയ്ത് നോക്കാം. നമ്മുടെ അവിടെ എന്താ പറഞ്ഞാൽ നമ്മൾ കോളംനാർ ഫോർമുല വരച്ചല്ലേ, കോളംനാർ ഫോർമുല വരച്ചു തരാം. റൗണ്ടിങ്ങിന്റെ ഡിഫറൻസ് കൊണ്ട് ആൻസർ ചെറിയ വ്യത്യാസം ഉണ്ടാവാം കേട്ടോ. 1, 2 ഇയർ, ഓപ്പണിംഗ് ബാലൻസ്, ഇൻസ്റ്റാൾമെന്റ്, ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പള്, ക്ലോസിംഗ് ബാലൻസ്, ഇത്രല്ലേ ഉണ്ടായിരുന്നത്. ഓക്കെ, ആദ്യത്തെ ഇയർ 1, 2, 3, 4, 5 അല്ലെ. ഇനി ഓപ്പണിംഗ് ബാലൻസ്, ഇൻസ്റ്റാൾമെന്റ് അല്ലെ, ഇൻട്രസ്റ്റ് 10%. ഇനി എന്താണ്, പ്രിൻസിപ്പൽ
പ്രിൻസിപ്പൽ പിന്നെ ക്ലോസിംഗ് ബാലൻസ്. നമ്മൾ എവിടുന്ന തുടങ്ങിയത്? ലാസ്റ്റ് ഇയർ. എല്ലാ വർഷവും സെയിം അല്ലേ? 1,14,000 1,14,000 1,14,000 1,14,000 1,14,000 ആണോ? ഇനി ലാസ്റ്റ് ഇയർ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് ഇയർ ഇല്ലായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ? പ്രിൻസിപ്പളും ഇതും സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ? സോറി, ഓപ്പണിംഗ് ബാലൻസിന്റെ അവിടെ ഞാൻ എഴുതിയത് അല്ലെ? ഇൻസ്റ്റാൾമെന്റ് കോളത്തിലാണ് എഴുതി വെക്കേണ്ടത്. ശ്രദ്ധിക്കുക കേട്ടോ, ഞാൻ തിരുത്തേണ്ടത് ഓപ്പണിംഗ് ബാലൻസിന്റെ കോളത്തിൽ എഴുതി വെച്ച് ഇൻസ്റ്റാൾമെന്റ് കോളത്തിൽ എഴുതണമായിരുന്നത് അല്ലെ? ഇൻസ്റ്റാൾമെന്റ് കോളത്തിൽ 1,14,000 1,14,000 അല്ലെ? 1,14,000 1,14,000 1,14,000. ഇവിടെ നമ്മൾ എക്സ് ആക്കി എടുത്തു അല്ലെ? ഇതാണെങ്കിൽ ഇപ്പൊ പോയിന്റ് എക്സ് ആയിരിക്കും ആണോ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയർ ഇക്വേഷൻ പറഞ്ഞല്ലോ അല്ലെ? ഓർമ്മ ഉണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക്? ഫസ്റ്റ് ഇയർ എന്തായിരുന്നു ഇക്വേഷൻ? സോറി, ഫിഫ്ത് ഇയറിൽ, ഫസ്റ്റ് ഇയർ ഫിഫ്ത് ഇയറിലെ ഇക്വേഷൻ എന്തായിരുന്നു? ഇൻസ്റ്റാൾമെന്റ് അല്ലെ പ്ലസ് ക്ലോസിംഗ് ബാലൻസ് ഡിവൈഡഡ് ടു എന്ത് വരും? 1 പ്ലസ് റേറ്റ്. അതായത് അപ്പൊ എത്ര തന്നെ വരിക? 1,14,000 അതിനല്ലേ വരുന്നത്? ഈസ് ഈക്വൽ ടു 1.1 അതല്ലേ വരിക ആണോ? അപ്പൊ എത്ര വരും? 1,14,000 ഡിവൈഡഡ് ടു 1.1 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വരിക 10,000 സോറി 1,03,636 അല്ലെ? എക്സ് അത്ര വരും എന്നർത്ഥം. അപ്പൊ ഞാൻ എക്സ് എന്നുള്ളത് മാറ്റും. എക്സ് ഇല്ലാതെ ചെയ്യാലോ അല്ലെ? എക്സ് എന്നുള്ളത് മാറ്റും. അപ്പൊ എന്തായി മാറി? 1,03,636 അല്ലെ? അതിന്റെ 10% അത് നമ്മൾ 10% എടുക്കാൻ വരും. ഇതും ഇത് തന്നെ ആയിരിക്കണം 636. നല്ല സീറോ ആവുള്ളൂ. തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എനിക്ക് എന്ത് വരിക? -1,14,000. എത്ര വന്നു? 10,364 അല്ലെ? 10,364. ഇത്ര എന്ത് വന്നു? ഇൻട്രസ്റ്റ് പോർഷൻ വന്നു ആണോ? ഇനി നാലാമത്തെ വർഷത്തില് ക്ലോസിംഗ് 1,03,636 വരും ആണോ? ഇത് തന്നെയാണ് ഇൻസ്റ്റാൾമെന്റ്. അപ്പൊ ഫോർത്ത് ഇയർ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കാണണം? ഇൻസ്റ്റാൾമെന്റ് സെയിം തിയറി അല്ലെ? ഇൻസ്റ്റാൾമെന്റ് അല്ലെ 1,14,000 പ്ലസ് 1,03,636 ഡിവൈഡഡ് ടു 1.1 അല്ലെ? ഈസ് ഈക്വൽ ടു എത്ര വന്നു? 1,14,000 ഡിവൈഡഡ് പ്ലസ് 1,03,636 അല്ലെ? 636 ഡിവൈഡഡ് ടു 1.1. അപ്പൊ എത്ര വരും? 1,97,851. 1,97,000 അല്ലെ? 1,03,336 636 1,97,851. അവിടെ എഴുതി വെച്ചു 1,97,851. ഇത് നമ്മളുടെ വ്യത്യാസമായിരിക്കും എന്ത് വരിക? ക്ലോസിംഗ് ഓപ്പണിംഗ് നമ്മളുടെ വ്യത്യാസമാണ് പ്രിൻസിപ്പൾ വരിക അല്ലെ? -1,03,636. അപ്പൊ എത്ര വരും? 94,215 അല്ലെ? 94,215. ഇത് നമ്മളുടെ വ്യത്യാസമായിരിക്കും എന്ത് വരുന്നത്? ഇൻട്രസ്റ്റ് വരാൻ 94,215 19,785 അല്ലെ? 19,785. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു 197,851 ആണോ? തേർഡ് ഇയറിൽ നേരത്തെ അതേ മെത്തേഡ് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക അല്ലെ? അതേ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്? തേർഡ് ഇയറിൽ 1,14,000 പ്ലസ് 1,97,851 അല്ലെ? ഡിവൈഡഡ് ടു 1.1. വ്യത്യാസമില്ല. 1,14,000 പ്ലസ് 1,97,851 അല്ലെ? ഡിവൈഡഡ് ടു 1.1. ഞാൻ അത് ചെയ്യണൊക്കെ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ട് മെത്തേഡ് ഡിവൈഡഡ് ടു 1. എത്ര വരും? 1,14,000 പ്ലസ് 1,97,000 അല്ലെ? 851 divided to 1.1. എത്ര വന്നു? 2,83,500 അല്ലെ? is 2,83,501 എന്ന് പറയാൻ വേണമെങ്കിൽ ആണോ? 2,83,501 എന്ന് പറയാം. വീണ്ടും മുകളിലേക്ക് 2,83,501 ആണോ? ഇത് ക്ലിയർ ആയോ? പറഞ്ഞു മനസ്സിലാവുണ്ടല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ അത് നമ്മളുടെ വ്യത്യാസമായിരിക്കും എനിക്ക് ഇൻട്രസ്റ്റ് വരിക അല്ലെ? ഓപ്പണിംഗ് ക്ലോസിംഗ് 2,83,501 മൈനസ് 1,97,851. അപ്പൊ എത്ര വന്നു? 85,650 വന്നു അല്ലെ? ഇവിടെ 85,650 വന്നു ആണോ? അത് തമ്മിലുള്ള വ്യത്യാസമായിരിക്കും നമ്മൾക്ക് എന്ത് വരുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട് 28,350 അല്ലെ?
ഇനി വീണ്ടും രണ്ടാമത്തെ വർഷം 2,85,000 2,83,000 അല്ലെ 501 2,83,501. അവിടെ വരുന്ന സെക്കൻഡ് ഇയർ വരുമ്പോ എങ്ങനെ വരും? സെക്കൻഡ് ഇയറിൽ വരുമ്പോ 1,14,000 പ്ലസ് 2,83,501 ഡിവൈഡഡ് ടു 1.1 എത്ര വരുന്നുണ്ട്? 1,40,000 divided to 2,83,501 divided to 1.1 361 364 361 364. ഇത് ക്ലിയർ ആയോ? പറഞ്ഞു മനസ്സിലായല്ലേ? ഞാൻ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇയർ എന്ന് പറയണ ആക്ച്വലി ഇത് 4th ഇയർ, ഇത് 3rd ഇയർ. ഞാൻ 5 എന്ന് എഴുതി പോയി. 3rd ഇയർ നിങ്ങളിത് കറക്റ്റ് ചെയ്തില്ല കേട്ടോ. സെക്കൻഡ് ഇയർ ചിലപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഇത് 1st ഇയർ. ഓക്കെ, നമുക്ക് ആൻസർ ആയിപ്പോ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. ഞാൻ തെറ്റ് ചെയ്താ 1 2 3 4 4 വർഷമല്ലേ ഉള്ളൂ. ഞാൻ അറിയാതെ 5 വർഷം എഴുതി പോയതാ കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ തുടക്കം തന്നെ മനസ്സിലാക്കിയിട്ടാണ്. അപ്പൊ കറക്റ്റ് ഏതിലേക്ക് എത്തി? 361 364. ഇപ്പൊ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. 361 364 മൈനസ് 283 501 അല്ലെ? വ്യത്യാസം എത്ര വന്നു? 77 863. തമ്മിലുള്ള ഡിഫറൻസ് 1,14,000 എടുത്തു കഴിഞ്ഞാൽ 36 137 36 137. നോക്കൂ, സെയിം ഫിഗറിനല്ലേ നേരത്തെ ദേ ഫിഗറിനല്ലേ കിട്ടിയത്? നോക്കൂ ഇവിടെ അല്ലെ? 361 365 ഒരു രൂപയുടെ വ്യത്യാസം, റൗണ്ടിങ്ങിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അല്ലെ? റൗണ്ടിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ ക്ലിയർ ആയല്ലേ? അപ്പൊ സെയിം ഇൻസ്റ്റാൾമെന്റ് ആണ് എല്ലാ വർഷവും പേ ചെയ്യണമെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഓരോ വർഷത്തെയും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആനുവിറ്റി മെത്തേഡ് ഫോളോ ചെയ്യാം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ അല്ലെ? നിങ്ങൾക്ക് ആനുവിറ്റി മെത്തേഡ് ഫോളോ ചെയ്യാം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? പറഞ്ഞ മനസ്സിലായോ? ഞാൻ രണ്ടാമത്തെ എക്സാമ്പിൾ ചെറിയ തെറ്റ് ഞാനായിട്ട് വരുത്തിയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാതിരിക്കുക. ഞാൻ ഇയേഴ്സ് 5 എന്ന് എഴുതിപ്പോയി, 4 ഇയേഴ്സ് ആണ്. ആൻസർ കറക്റ്റ് ആയിട്ട് നമുക്ക് 1 രൂപയുടെ വ്യത്യാസം, റൗണ്ടിങ്ങിന്റെ ഡിഫറൻസ് കണക്കാക്കണ്ട. ഇത്രയും ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ അടുത്ത ഇതേപോലെ കൺസെപ്റ്റ് പോയിക്കൂടെ ഞാൻ? യെസ്. അപ്പൊ അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്കൊന്ന് പോവാം കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. എക്സാമ്പിൾ 2 ആനുവിറ്റി മെത്തേഡ് വെച്ചിട്ടുള്ള നെക്സ്റ്റ് പ്രോബ്ലം. Number of installments 3. Then installment amount 1,66,500 66,500. Down payment 1,20,000. Interest rate 15%. You are required to compute the cash price. Okay, you are required to compute the cash price. Cash price കാണാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് ക്ലിയർ ആയല്ലോ? അത് നമുക്ക് ക്യാഷ് പ്രൈസ് ചെയ്തു നോക്കാം അല്ലെ? ക്യാഷ് പ്രൈസ് നമുക്ക് ആനുവിറ്റി മെത്തേഡ് ഇതിൽ യൂസ് ചെയ്തുകൂടാ. കാരണം എന്താ? ഓരോ വർഷവും കൊടുക്കുന്ന ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് സെയിം ആണ് അല്ലെ? ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എത്രയാ? റുപ്പീസ് 166,500 ഈച്ച് എന്ന് നമ്മൾ എഴുതി വെക്കണം. ഓക്കെ, 3 ഇൻസ്റ്റാൾമെന്റ് പറയുന്നുള്ളൂ. 15% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ള. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ആനുവിറ്റി മെത്തേഡ് യൂസ് ചെയ്യാം അല്ലെ? സോ ക്യാഷ് പ്രൈസ് അല്ലെ അണ്ടർ ആനുവിറ്റി മെത്തേഡ് ഈസ് ഈക്വൽ ടു എന്ത് പറയാം? ഇൻസ്റ്റാൾമെന്റ് into annuity factor അല്ലെ? annuity factor of 15% എന്ന് പറയാം. ആണോ? ഫോർ എത്ര? 3 years അല്ലേ? ഞാൻ തന്നെ എഴുതി വെച്ചോളൂ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് കേട്ടോ. ഞാൻ പറയേണ്ടത് ക്ലിയർ ആയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ആനുവിറ്റി ഫാക്ടർ ആദ്യം കണ്ടെത്തണ്ടേ? നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുക്കുക. ഓക്കെ, കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ 1 divided to 1.15 അല്ലെ? 1 divided to 1.15 ഈക്വൽ ടു 3 ഈക്വൽ ടു അടിക്കുക. ജി ടി ഉള്ളവർ ഒരു ജി ടി അമർത്തി നോക്കുക. ജി ടി ഇല്ലാത്തവര് -1 divided to 0.15 അല്ലെ? അപ്പൊ എത്ര കിട്ടി? 2.283225 അല്ലെ?
2.283225 അങ്ങനെ എടുത്ത് എഴുതിയാലും കുഴപ്പമില്ല. ഇൻസ്റ്റാൾമെന്റ് 166,500 ആണോ? അപ്പൊ എത്ര വരും നോക്കുക? 166,500 കിട്ടാവും 3,80,157 rupees. 3,80,157 ഇതാണ് നമുക്ക് വരാവുന്ന ക്യാഷ് പ്രൈസ്. ഇത് ക്ലിയർ ആയോ? ഇനി നമുക്ക് മറ്റേ മെത്തേഡ്, ഇത് പ്രോബ്ലത്തിൽ മറ്റേ മെത്തേഡ് ചെയ്ത് നോക്കണ്ട കേട്ടോ. ക്വസ്റ്റിന് ആൻസർ ആന്വിറ്റി മെത്തേഡ് ചെയ്യണം, ആന്റിറ്റി മെത്തേഡ് ചെയ്യുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, മറ്റേ മെത്തേഡിലൊന്ന് ചെയ്യിപ്പിക്കുന്നു മാത്രം, വേറെ ഒന്നും വിചാരിക്കേണ്ട. മറ്റേ മെത്തേഡിലൊന്നും ചെയ്ത് നോക്കാം അതേപോലെ കിട്ടുമെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ജസ്റ്റ് അറിയാൻ വേണ്ടി കേട്ടോ. ഇയർ ഞാൻ തവണ ഇയർ തെറ്റിക്കില്ല. 1 2 3 അല്ലെ? ഇയർ, ഓപ്പണിംഗ് ബാലൻസ്, ഇൻസ്റ്റാൾമെന്റ്, ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പൽ, ക്ലോസിംഗ് ബാലൻസ് അല്ലെ? ഓപ്പണിംഗ് ബാലൻസ്, ഇൻസ്റ്റാൾമെന്റ്, ഇൻട്രസ്റ്റ് അല്ലെ? എത്ര? 15%, പ്രിൻസിപ്പൽ, പിന്നെ ക്ലോസിംഗ് ബാലൻസ്. ഇത് ക്ലിയർ ആയല്ലോ? നമുക്ക് ഇവിടുന്ന് തുടങ്ങണ്ട അല്ലെ? ഇൻസ്റ്റാൾമെന്റ് എത്ര? 166,500. എല്ലാ വർഷവും സെയിം ആണ്. 166,500 166,500 ആണോ? അപ്പൊ ഇനി നമുക്ക് മെത്തേഡിലേക്ക് പോവാം അല്ലെ? നമ്മൾ എന്താ ചെയ്യാറുള്ളത്? തേർഡ് ഇയർ ആദ്യം അടിയുന്ന തുടങ്ങുക അല്ലെ? തേർഡ് ഇയറിൽ എന്താ പറയണത്? ഇൻസ്റ്റാൾമെന്റ് പ്ലസ് ക്ലോസിംഗ് ബാലൻസ് ആണോ? ഡിവൈഡഡ് ടു 1.15 അല്ലെ? 1 പ്ലസ് ആർ അല്ലെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എത്ര? 166,500 മറ്റേ 0 ആണ് വരെ, ഡിവൈഡ് ടു 1.1 എത്ര വരും? 166,500 ഡിവൈഡ് ടു 166,500 ഡിവൈഡ് ടു 1.1 എത്ര വരും? 151,364 വരും അല്ലെ? 151 rupees 151,364. ഒരു കാര്യം ചെയ്യാം, കുറച്ചുകൂടി നല്ല പ്രസന്റേഷന് വേണ്ടിയിട്ട് നല്ല പ്രസന്റേഷൻ ആയി മാറില്ല ഇങ്ങനെ എഴുതുന്ന സമയത്ത്. ഓക്കെ, ഈ വർഷത്തെ കഴിഞ്ഞു, തേർഡ് ഇയർ കഴിഞ്ഞു. 151,364. ഓക്കെ, ബോർഡിലേക്ക് എഴുതുമ്പോൾ തേർഡ് ഇയർ 151,364. അതന്നെ ആയിരിക്കും എന്ത് വരെ? പ്രിൻസിപ്പൾ വരെ 151,364. ഇത് 0 ആയിരിക്കും. തമ്മിലുള്ള വ്യത്യാസം ഇൻട്രസ്റ്റ് വരും അല്ലെ? 166,500 ഡിവൈഡ് മൈനസ് 151,364 ആണോ? 151,364. അപ്പൊ എത്ര വരും? 166,500 മൈനസ് 151,364 എത്ര വരേണ്ടത്? 15 അല്ലെ? സോറി, 1.5 ആണ് കേട്ടോ. 1.15 അല്ലേ? 1.15 ആണ് വരേണ്ടത്. 10% വരില്ലേ? 166,500 ഡിവൈഡ് ടു 1.15 കേട്ടോ. ഇൻട്രസ്റ്റ് റേറ്റ് 15 അല്ലേ വരേണ്ടത്? എത്ര? 144,783 കേട്ടോ. 144,783. 144,783. അതെ, 144,783. ഇവിടെ തന്നെ വരിക അല്ലെ? 144,783. പിന്നെ ഇല്ലായി തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. 1,66,500 144,783. അപ്പൊ എത്ര വരും? 21,717 വരും ഇൻട്രസ്റ്റ് കേട്ടോ. 21,717 എന്ത് വരുന്നത്? ഇൻട്രസ്റ്റ് വരും. അപ്പൊ അത് കഴിഞ്ഞു. ക്ലോസിംഗ് ബാലൻസ് രണ്ടാമത്തെ വർഷത്തെ 144,783 അല്ലെ? അപ്പൊ സെക്കൻഡ് ഇയർ എടുത്തു ഞാൻ. സെക്കൻഡ് ഇയർ ഇതേ തന്നെ, വ്യത്യാസമൊന്നുമില്ലല്ലോ, സെയിം തന്നെ. നിങ്ങൾ ഇങ്ങനെ ഡോട്ട് വെക്കിട്ട് എഴുതുക, കൃത്യമായിട്ട് എഴുതി വെക്കുക. അല്ലെങ്കിൽ ഈ നടുക്കിലത്തെ കോളം കളഞ്ഞാൽ മതി, ഒറ്റ ഫോമിലാക്കി ഇട്ടാലും മതി. ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു തരാം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എക്സാമിന് എന്ത് ചെയ്യും? ഡോട്ട് ഇട്ട് പോകും. ഇതിന് പകരം എന്ത് ചെയ്താൽ മതി? ഒറ്റയടിക്ക് എഴുതിയാൽ മതി അല്ലേ? ഒറ്റയടിക്ക് ഇതും കൂടി ഞാൻ കളഞ്ഞു തരാം. ഞാൻ ഒറ്റയടിക്ക് ചെയ്താൽ മതി. അതാണ് എളുപ്പം. നിങ്ങൾ ചിലപ്പോൾ തെറ്റിക്കാനുള്ള സാധ്യത, അത് ഇല്ലാതെ ഒറ്റയടിക്ക് എഴുതണം. ഇൻസ്റ്റാൾമെന്റ് പ്ലസ് ക്ലോസിംഗ് ബാലൻസ് എല്ലാത്തിനും അപ്ലിക്ക് ആവുന്ന രീതി കേട്ടോ. ഡിവൈഡ് ടു 1 പ്ലസ് ആർ അല്ലെ? അപ്പൊ ഇവിടെ എന്താ വരിക? ഒറ്റയടിക്ക് ചെയ്യും. ഇവിടെ എന്ത് വരും? 166,500 പ്ലസ്
144,783 അല്ലെ ഡിവൈഡഡ് ടു 1.15 എത്ര വരും? 166,500 divided to 144,783 divided to 166,500 plus 144,783 divided to 1.15 എത്ര വരുന്നുണ്ട്? 2,70,681 rupees. 2,70,681 അല്ലെ? 2,70,681 ആണോ? ഇനി പ്രിൻസിപ്പൾ ഏതാ? ക്ലോസിംഗും തമ്മിലുള്ള വ്യത്യാസമില്ല. പ്രിൻസിപ്പൾ വരിക 2,70,681 minus 144,783 എത്ര വരുന്നുണ്ട്? 125,898 അത് തമ്മിലുള്ള വ്യത്യാസം എടുക്കാം. ഇൻട്രസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇൻട്രസ്റ്റ് ആവില്ല അല്ലെ? എത്ര? 46 ആണോ? 4602 അത് കഴിഞ്ഞൂലോ. അപ്പൊ ഇനി ഫസ്റ്റ് ഇയറിലേക്ക് വരണം അല്ലെ? ഫസ്റ്റ് ഇയറിൽ വരുമ്പോ എത്രയാ? 270,681 ആണോ? 681. ഓക്കെ, ഇനി നോക്കാം അവിടെ തേർഡ് ഇയർ അല്ല സോറി ഫസ്റ്റ് ഇയർ ഉള്ളിലേക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഇയറിലേക്ക് പോവാം. ഫസ്റ്റ് ഇയർ ഇന്ന് അടുക്കലത്തത് കളയാല്ലേ, ഞാൻ വീണ്ടും വരച്ചു. ഇതാവശ്യം ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ വരുമ്പോ വീണ്ടും തന്നെ എന്ത് വരും? 270,681 plus 1,66,500 divided to 1.15 അല്ലെ? എത്ര വരിക? 270,681 plus 166,500 divided to 1.15 എത്ര വന്നു? 3,80,157 3,80,157 rupees അല്ലെ? അപ്പൊ ഇതായിരിക്കും എന്ത് വരേണ്ടത്? ഫസ്റ്റ് ഇയർ ആണോ? 3,80,157 അല്ലെ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 3,80,157 minus 2,70,681 അപ്പോൾ 109 അല്ലെ? 109,476 അത് മൈനസ് 166,500 എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും അല്ലെ? 57,024. ക്ലിയർ ആയല്ലോ? ഇവിടെ നോക്കൂ, ആൻസർ കറക്റ്റ് അല്ലേ? സെയിം ആൻസർ കിട്ടി കേട്ടോ. ഞാൻ രണ്ട് രീതിയിൽ ചെയ്തു എന്ന് മാത്രം. അപ്പൊ ക്യാഷ് പ്രൈസ് കാണാൻ മാത്രമേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ക്യാഷ് പ്രൈസ് കാണാൻ ഒറ്റയടിക്ക് ആന്വിറ്റി മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നില്ല. ചില ചോദ്യത്തിൽ ആന്വിറ്റി ഫാക്ടർ ഡയറക്ട്ലി തരാം, പിന്നെ ആന്വിറ്റി മെത്തേഡ് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? അതല്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റും കൂടി കാണണം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ മെത്തേഡ് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് ഈ മെത്തേഡിന്റെ പ്രത്യേകത എന്നുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. അങ്ങനെ ഈ പ്രോബ്ലത്തിന്റെ ക്യാഷ് പ്രൈസും കൂടി നമ്മൾ പറയാണ്ട് കേട്ടോ. ടോട്ടൽ ക്യാഷ് പ്രൈസ് നമുക്ക് ആകെ എന്ത് കിട്ടില്ല? നെറ്റ് ക്യാഷ് പ്രൈസ് ആണ് കിട്ടിയ 3,80,157 അല്ലെ? 3,80,157 പ്ലസ് ഒരു 1,20,000 എന്തുണ്ടാവും? ഇവിടെ നമ്മൾ ഡൗൺ പേയ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ 1,20,000 ഒരു ഡൗൺ പേയ്മെന്റ് കാണാം. യെസ്, 1,20,000 ഡൗൺ പേയ്മെന്റ് പറഞ്ഞിട്ട്. അപ്പൊ അതും കൂടി കൂട്ടിയിട്ട് വേണം നമുക്ക് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നേരത്തെ ഞാൻ അത് പറയാൻ വിട്ടുപോയി. നേരത്തെ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാന്ന് പറഞ്ഞുപോയി. അപ്പൊ നമ്മൾക്ക് എങ്ങനെ വരും? ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5 lakh അല്ലെ? 5,157 അല്ലെ? 3,80,157 പ്ലസ് 1,20,000 5,157. ഇത് ക്ലിയർ ആയല്ലോ? ഇനി അടുത്തൊരു മെത്തേഡ് പ്രോബ്ലത്തിലേക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ഒന്നാണ് കേട്ടോ. ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ആദ്യത്തേല് എല്ലാം നമ്മൾ ഇൻട്രസ്റ്റ് ഓരോ വർഷത്തും കണ്ടുപിടിക്കണം. രണ്ടാമത്തേല് എന്ത് തന്നിട്ടുണ്ടായിരുന്നു? നമുക്ക് ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാനാണോ? ഹയർ പർച്ചേസ് പ്രൈസ് തന്നിട്ടുണ്ട്, ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്. അതിൽ ആന്വിറ്റി മെത്തേഡ് വെച്ച് ചെയ്യാനുള്ള നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? ഈ പറയുന്ന മെത്തേഡ് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു പ്രോബ്ലം നോക്കുക. അടുത്ത എക്സാമ്പിൾ നോക്കിക്കോളൂ. ഈ മെത്തേഡ് HP price
in installment. ഓക്കെ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. 1, 2, 3, 4 ഇൻസ്റ്റാൾമെന്റ്. ആദ്യത്തെ വർഷം 55,000, രണ്ടാമത്തെ വർഷം 50,000, മൂന്നാമത്തെ വർഷം 45,000, നാലാമത്തെ വർഷം 40,000. ഇത് ക്ലിയർ ആയല്ലോ? അതാണ് നമുക്ക് HP പ്രൈസിന് ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുള്ളത്. ഡൗൺ പേയ്മെന്റ് 60,000. ഡൗൺ പേയ്മെന്റ് എത്ര? 60,000. ഓക്കെ, then cash price at each installment should be equal. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് compute total cash price and interest for each year. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ ട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. HP പ്രൈസ് ഓരോ വർഷവും അടയ്ക്കേണ്ട HP പ്രൈസ് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടത് ഇത് ക്യാഷ് പ്രൈസ് പ്ലസ് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ? അതാണ് HP പ്രൈസ്. ക്യാഷ് പ്രൈസ് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഇത് രണ്ടും ചേർന്നിട്ടുള്ള എമൗണ്ട് ഓരോ വർഷം എത്രയാന്നാ പറഞ്ഞത്? ഇത്ര വെച്ച് അടയ്ക്കണം അല്ലെ? പിന്നെ നമുക്ക് ഡൗൺ പേയ്മെന്റ് തന്നിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് തന്നിട്ടില്ല? നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടില്ല അല്ലെ? ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് തന്നിട്ടില്ല. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് തന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ റിവേഴ്സ് വർക്ക് ചെയ്ത് കണ്ടുപിടിക്കായിരുന്നു അല്ലെ? ക്യാഷ് പ്രൈസും കണ്ടുപിടിക്കാം, ഓരോ വർഷത്തെ ഇൻട്രസ്റ്റും കണ്ടുപിടിക്കാം. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടില്ല. ഇത് ക്ലിയർ ആയല്ലോ? നമ്മളോട് എന്ത് കാണാൻ പറഞ്ഞു? ഓരോ വർഷത്തെ ക്യാഷ് പ്രൈസും എന്തും കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ ഇൻസ്റ്റാൾമെന്റിൽ ഈ ഓരോ ഇൻസ്റ്റാൾമെന്റിലും പെടുന്ന ക്യാഷ് പ്രൈസ് ഈക്വൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓരോ ഇൻസ്റ്റാൾമെന്റിൽ കാണുന്ന ക്യാഷ് പ്രൈസ് എന്താ? ഈക്വൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഓരോ ഇൻസ്റ്റാൾമെന്റിനും കാണുന്ന ക്യാഷ് പ്രൈസ് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഓരോ വർഷം എന്തായിരിക്കും? സെയിം എമൗണ്ട് പ്രിൻസിപ്പൽ ആയിട്ട് പോവുക അല്ലെ? ഞാൻ പറയണ മനസ്സിലാവുണ്ട്. ഇൻട്രസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്ന അർത്ഥം ഓരോ വർഷത്തെയും. അപ്പൊ ഈ 55,000 കിടക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് തന്നെയാണ് 50,000 കിടക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട്, 45,000 കിടക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ടും 40,000 കിടക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ടും. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? ടോട്ടൽ ക്യാഷ് പ്രൈസും കാണാൻ പറഞ്ഞു, ഓരോ വർഷത്തെ ഇൻട്രസ്റ്റും കാണാൻ പറഞ്ഞു. പക്ഷെ എന്ത് തന്നിട്ടില്ല? റേറ്റ് തന്നിട്ടില്ല. അപ്പൊ നേരത്തെ പ്രോബ്ലത്തിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു പ്രോബ്ലം അല്ല, പക്ഷെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ കൺസെപ്റ്റേ മാറിപ്പോയി. ആണോ? കൺസെപ്റ്റേ നമ്മൾക്ക് എന്തുണ്ട്? വ്യത്യാസം ഉണ്ട് എന്നർത്ഥം അല്ലേ? പറഞ്ഞത് ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് മാത്സിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റിനെ മാത്തമാറ്റിക്കലി ഞാൻ ചില ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കും. നമ്മുടെ ആവശ്യങ്ങൾ എന്താ? ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെക്കുന്നു കേട്ടോ. ക്യാഷ് പ്രൈസ് ഷുഡ് ബി ഈക്വൽ അല്ലെ ഇൻ ഈച്ച് ഇൻസ്റ്റാൾമെന്റ്. ഓരോ ഇൻസ്റ്റാൾമെന്റ് ക്യാഷ് പ്രൈസ് തുല്യമായിരിക്കണം എന്നാ പറഞ്ഞത്. അതാണ് നമ്മുടെ കണ്ടീഷൻ ഉള്ളത്. നമ്മുടെ കയ്യിൽ എന്ത് തന്നിട്ടില്ല? ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടില്ല. ഇത് ക്ലിയർ ആയില്ല? പറഞ്ഞു മനസ്സിലായല്ലോ? ഇൻട്രസ്റ്റ് റേറ്റ് തന്നിരുന്നു എങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാമായിരുന്നു? റിവേഴ്സ് വർക്ക് ചെയ്തിട്ട് നേരത്തെ. അതിനാലും ആനുവിറ്റി മെത്തേഡ് അപ്ലിക്കബിൾ അല്ല, കാരണം ഓരോ വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് ഈക്വൽ അല്ല അല്ലെ? കാരണം ആനുവിറ്റി മെത്തേഡ് അപ്ലിക്കബിൾ അല്ല. പക്ഷെ നമുക്ക് റിവേഴ്സ് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യായിരുന്നു? കണ്ടുപിടിക്കായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് എങ്കിൽ. പക്ഷെ ഇവിടെ തന്നിട്ടില്ല അല്ലെ? അപ്പൊ നമ്മൾക്ക് കൺസെപ്റ്റ് ഒന്ന് ആദ്യം കൺസെപ്റ്റ് പറയാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലം എന്ത് ചെയ്യാം? വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം കൺസെപ്റ്റിലേക്ക് പോട്ടെ. ആദ്യം കൺസെപ്റ്റ് എന്നിട്ട് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യും. എന്താ കൺസെപ്റ്റ്? ഇയർ അല്ലെ? ഓപ്പണിംഗ് ആണോ? അതേപോലെ എന്താ? ഇൻസ്റ്റാൾമെന്റ് അല്ലെ? ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പൽ, ക്ലോസിംഗ്. നേരത്തെ അതേ കൺസെപ്റ്റിനെ യൂസ് ചെയ്യണം കേട്ടോ. അതൊക്കെ ഫില്ല് ചെയ്ത് തരാം. ഇയർ 1, 2, 3, 4. ഇൻസ്റ്റാൾമെന്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തെ വർഷം 55,000, പിന്നത്തെ വർഷം 50,000, പിന്നത്തെ വർഷം 45,000, പിന്നത്തെ വർഷത്തെ 40,000. ഇതാണ് കൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ആണോ? ഇതാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് അല്ലെ? ഇനി നോക്ക് കൺസെപ്റ്റ് എന്താന്നുള്ളത്.
എല്ലാ വർഷവും പ്രിൻസിപ്പൽ സെയിം ആയിരിക്കണം എന്നാ പറഞ്ഞു അല്ലെ, കാരണം ഇത് രണ്ടും ചേർന്നതാണല്ലോ ഈ ഫിഗർ എന്നുള്ളത് അല്ലെ. ആണോ? ഇത് രണ്ടും ചേർന്നതാണ് എന്ത് ഈ ഫിഗർ എന്നുള്ളത്. ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും ചേർന്ന ഫിഗർ ആയിരിക്കണം ഈ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. അതിൽ ഇൻട്രസ്റ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി പ്രിൻസിപ്പൾ ആണ്. ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന്റെ മുകളിലാണ്, ഓപ്പണിംഗ് ബാലൻസിന്റെ മുകളിലാണ് അല്ലെ. അപ്പൊ ശ്രദ്ധിച്ചോളാം, ഞാൻ ഇവിടെ പ്രിൻസിപ്പൾ എല്ലാ വർഷവും സെയിം ആവണമെന്നുള്ളതുകൊണ്ട് എല്ലാ വർഷവും ഞാൻ പ്രിൻസിപ്പൾ എക്സ് എന്ന് കൊടുക്കും. എല്ലാ വർഷവും പ്രിൻസിപ്പൾ എന്ത് കൊടുക്കണം? എക്സ് എന്ന് കൊടുക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് തന്നിരുന്നുവെങ്കിൽ അത് ഓപ്പണിംഗിന്റെ മുകളിൽ അപ്ലൈ ചെയ്യായിരുന്നു അല്ലെ. ആണോ? ഞാൻ പറഞ്ഞു, കാരണം എനിക്ക് ലാസ്റ്റ് ഇയർ എനിക്കറിയാം ക്ലോസിങ് ഇതായിരിക്കും എന്നുള്ളത് അല്ലെ, നില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് എന്തായിരിക്കണം? എക്സ് ആയിരിക്കണം എന്നും എനിക്കറിയാം. ഇത് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് ആണ് അല്ലെ. ഇൻട്രസ്റ്റ് റേറ്റ് തരാത്തോണ്ട് നമ്മുടെ എഴുതണു, ശ്രദ്ധിച്ചോളൂ കേട്ടോ. അസ്യൂമിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു വൈ. വൈ എന്നുള്ള ഞാൻ എന്താക്കി എടുക്കണു? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആക്കി എടുക്കണു. അങ്ങനെയാണെങ്കിൽ എക്സ് ആണ് ഓപ്പണിംഗിലെങ്കിൽ എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ ആയിരിക്കണം ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾക്ക് കൺസെപ്റ്റ് അപ്ലൈ ചെയ്തുകൂടെ? നോക്കിക്കോളോ, ലാസ്റ്റ് ഇയർ വരുമ്പോ എക്സ് പ്രിൻസിപ്പളും എക്സ് വൈ ഇൻട്രസ്റ്റ് എമൗണ്ടും ഈസ് ഈക്വൽ ടു 40,000. അതാണ് ലാസ്റ്റ് ഇയർ വന്നിട്ടുള്ളത് അല്ലെ. ഇനി അതിനെ ഇവിടെ നോക്കുമ്പോ ഓപ്പണിംഗ് എക്സ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് എക്സ് ആയിരിക്കണം അല്ലെ. അപ്പോ നോക്കിക്കോളോ, ക്ലോസിംഗ് എക്സ് ആണ്, പ്രിൻസിപ്പൽ എക്സ് ആണ് എങ്കിൽ ഇവിടെ ഓപ്പണിംഗ് 2x ആയിരിക്കണ്ടേ. 2x പ്രിൻസിപ്പൽ കുറച്ചിട്ടാ നമുക്ക് എക്സ് കിട്ടുക. 2x മൈനസ് എക്സ് ആണ് ക്ലോസിംഗ് എക്സ് വന്നിട്ടുണ്ടാവുക. ആണോ? ഇനി ഈ 2xന്റെ മുകളിൽ എനിക്ക് എന്ത് ചെയ്യാം? പെർസെന്റേജ് എത്ര? y എന്നല്ലേ പറഞ്ഞത്. അപ്പൊ സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് നമുക്ക് 2xy ആയിട്ട് പറയാം. അങ്ങനെയാണ് സെക്കൻഡ് ഇയറിൽ എങ്ങനെയായി മാറി? 2x പ്ലസ് എക്സ് പ്ലസ് അല്ല, ഇത് രണ്ടും ചേർന്നല്ലേ, എക്സ് പ്ലസ് 2xy ഈസ് ഈക്വൽ ടു എത്ര വരും? 45,000. ഇപ്പൊ രണ്ട് ഇക്വേഷൻ ആയി. ഇതിനെ ഇക്വേഷൻ 1 കൊടുത്തു, ഇതിന് ഇക്വേഷൻ 2 എന്നും കൊടുത്തു. ഇനി നമുക്ക് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും വെട്ടിപ്പോവും അല്ലെ. മൈനസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 5,000 ആണോ? സോ എക്സ് വൈ ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 5,000. എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറിലത്തെ ഇൻട്രസ്റ്റ്. അപ്പൊ ഇത് 5,000 വന്നു അല്ലെ. ഇനി സുഖമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഇത് 5,000 ആണെങ്കിൽ പ്രിൻസിപ്പൽ 35,000 ആയിരിക്കും അല്ലെ. ഇത് 35,000 ആണെങ്കിൽ ഓപ്പണിംഗും 35,000 ആയിരിക്കും. കാരണം ഓപ്പണിംഗിലത്തെ ബാലൻസും പ്രിൻസിപ്പലും സെയിം ആയാലേ ക്ലോസിംഗ് ഇല്ലാവുള്ളൂ. ഇനി ഓപ്പണിംഗ് 35,000 ആണെങ്കിൽ ഇവിടെ ക്ലോസിംഗ് എന്തായിരിക്കണം? 35,000 ആയിരിക്കണം. ആണോ? ഇത് 2x എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ 2 into x, എക്സ് എത്രയാ? 35,000 അല്ലേ. അപ്പൊ 2x പറയുമ്പോ എത്രയായി മാറി? 70,000 ആയി മാറി. അപ്പൊ 70,000 35,000 ക്ലോസ് നമ്മളുടെ വ്യത്യാസമാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള എന്ത് വരിക? 35,000 വരിക അല്ലെ. ഈ 45,000 35,000 തമ്മിലുള്ള വ്യത്യാസം എന്ത് വരും? 10,000 ഇൻട്രസ്റ്റ് വരും. ഇപ്പൊ കോളം ഫിൽ ആയില്ലോ. ഇതേ ഓർഡർ നമുക്ക് ചെയ്താൽ ഇത് 70,000 ആണ് എങ്കിൽ അല്ലെ, ഇവിടെ നേരത്തെ അതേ കൺസെപ്റ്റ് എടുക്കുക. ഇത് എക്സ് ആണ് അല്ലെ, ഇവിടെ 2x ആയിരിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇവിടെ 2x ആവണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? 3x ആയിരിക്കണം. ആണോ? ഈ 2x ഏതിന് തുല്യാന്ന് പറഞ്ഞു? 70,000 തുല്യാന്ന് പറഞ്ഞു. അപ്പൊ 3x ആണെങ്കിൽ x into 35,000 അല്ലേ പറയണത്. അപ്പൊ എത്ര വരും? x പറഞ്ഞാൽ 35,000 ആണ് അല്ലെ. x പറഞ്ഞ ഫിഗർ എത്രയാ? 35,000 ആണ്. അപ്പൊ എത്ര വരും? 1,05,000 വരും. ആണോ? 1,05,000 വരും. ആണോ? അങ്ങനെയാണെങ്കിൽ 1,05,000 70,000 തമ്മിലുള്ള വ്യത്യാസം ഇവിടെ എത്ര വന്നു? 35,000 വന്നു അല്ലെ. 50,000 35,000 തമ്മിലുള്ള വ്യത്യാസം എത്ര വന്നു? 15,000 അല്ലെ. ഇതേ കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാ. ഇവിടെ 1,05,000, ഇവിടെ 3x ആവണമെങ്കിൽ ഇത് പ്രിൻസിപ്പൽ x ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? 4x ആയിരിക്കണം അല്ലെ. അതായത് 4x പറയുമ്പോൾ 1,40,000 വരും. 1,05,000 1,40,000 തമ്മിലുള്ള വ്യത്യാസം വീണ്ടും എത്ര വന്നു? 35,000 വന്നു. 55,000 35,000 തമ്മിലുള്ള വ്യത്യാസം എത്ര വന്നു? 20,000 വന്നു. ഇപ്പൊ എന്തായി?
ഓരോ വർഷത്തെ അല്ലെ നമ്മളിത് കണ്ടു. അതിന്റെ ടോട്ടൽ എത്ര വന്നു? 1,40,000 ആണ് നെറ്റ് എന്ത് വന്നത്? ക്യാഷ് പ്രൈസ്. ഓരോ വർഷത്തെയും പ്രിൻസിപ്പൽ എത്രയായി മാറി? 35,000 ആയി മാറി. പിന്നെ പലിശ നോക്കുക, 5,000 ലാസ്റ്റ് ഇയർ, 10,000 അതിന്റെ മുമ്പത്തെ വർഷം, 15,000 അതിന്റെ മുമ്പത്തെ വർഷം, ഫസ്റ്റ് ഇയർ എത്ര വന്നു? 20,000. ഇങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. ഇത് ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലാവുണ്ടല്ലോ അല്ലെ? പറഞ്ഞത് ക്ലിയർ ആയല്ലോ? പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പൊ ഇതേ പ്രോബ്ലം തന്നെ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോ ഞാൻ ഒറ്റയടിക്ക് ചെയ്ത് ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക. ചെയ്തത് ഞാൻ ഒന്നും കൂടിയും ചെയ്തു തരുന്നു, ശ്രദ്ധിച്ചിരുന്നോളാം. ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തു തരാം കേട്ടോ. ചെയ്തൊന്നും കൂടി ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ ആകെയുള്ള കണ്ടീഷൻ എന്തായിരിക്കണം? പ്രിൻസിപ്പൽ എമൗണ്ട് സെയിം ആയിരിക്കണം അല്ലെ? അപ്പൊ ഒന്നുകൂടി പ്രോബ്ലം ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഒന്ന് കണ്ടീഷൻ നമ്പർ 1 എന്തായിരിക്കണം? കണ്ടീഷൻ നമ്പർ 1 എന്തായിരിക്കും? 1 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ അല്ലെ അറ്റ് ഈച്ച് ഇയർ ഷുഡ് ബി സെയിം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ ഉണ്ടായിരുന്നത് അല്ലേ? ക്ലിയർ ആയല്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇനി അസ്യൂമിങ് പ്രിൻസിപ്പൽ ആസ് എത്ര? എക്സ് ഈച്ച് ഇയർ. ഓരോ വർഷത്തെ പ്രിൻസിപ്പലിനെ ഞാൻ എന്താക്കിയെടുത്തു? എക്സ് ആക്കിയെടുത്തു. അത് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അസ്യൂമിങ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടില്ല. ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഈക്വൽ ടു വൈ. വൈനെ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് എടുത്തു. ആണോ? അങ്ങനെയാണെങ്കിൽ ഇതേ പ്രോബ്ലം തന്നെ ഞാൻ വീണ്ടും വർക്ക്ഔട്ട് ചെയ്യണു. ഒരു പ്രാവശ്യം കൂടി ചെയ്തു തരാം കേട്ടോ, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇയർ അല്ലെ, ഓപ്പണിംഗ് ബാലൻസ്, ഇൻസ്റ്റാൾമെന്റ്, ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പൽ ആൻഡ് ക്ലോസിംഗ് ബാലൻസ്. വളരെ വ്യക്തമായിട്ട് ഞാൻ ഇട്ടിരുന്നു. സെയിം പ്രോബ്ലം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ, മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി. ഓക്കെ, ഇവിടെ 1, 2, 3, 4. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒന്ന് അണ്ടർലൈൻ ചെയ്തു തരാം വേർതിരിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ പ്രോബ്ലത്തിൽ ആകെ എന്തായി? ഒരു വീല് വരുമായിരുന്നു അല്ലെ? ഒന്നുകൂടി വേർതിരിച്ചു തരാം ഞാൻ. ശ്രദ്ധിച്ചോളൂ കേട്ടോ. എനിക്ക് അറിയാവുന്ന കാര്യം അത് ആദ്യം ഇട്ട് വെക്കണം. ഇത് എക്സ്, ഇത് എക്സ്, ഇത് എക്സ്, ഇത് എക്സ് അല്ലെ? എനിക്ക് ലാസ്റ്റ് ഇയർ എത്രയാണെന്നറിയാം, ക്ലോസിംഗ് ബാലൻസ് ഒന്നും ഇല്ലാന്നറിയാം. ഇതും ഫില്ല് ചെയ്ത് തരാം. ഇത് 55,000 അല്ലെ? 45,000, 40,000, 35,000 ആണോ? സോറി, 55,000, 50,000, 45,000, 40,000 അല്ലെ? ഇത്രയാണ് തന്നിട്ടുള്ളത് ആണോ? ഇനി ഇത് എക്സ് ആണ് പ്രിൻസിപ്പൾ എങ്കിൽ ലാസ്റ്റ് ഇയർ നിൽ ബാലൻസ് ആവണമെങ്കിൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞ ഓപ്പണിംഗ് പ്ലസ് മൈനസ് പ്രിൻസിപ്പൾ അല്ലേ? അപ്പൊ ഓപ്പണിംഗ് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇതൊന്നും നമുക്ക് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് പോവാം. ഓപ്പണിംഗ് എന്തായിരിക്കും? എക്സ് ആയിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ അല്ലെ? അങ്ങനെയാണ് എങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഓപ്പണിംഗ് എക്സ് ആണ് എങ്കിൽ ഈ വർഷത്തെ ക്ലോസിംഗും എക്സ് ആയിരിക്കും ആണോ? അപ്പൊ നോക്കിക്കോളാം. ക്ലോസിംഗ് എക്സ് ആവണം, പ്രിൻസിപ്പൽ എക്സ് ആണെങ്കിൽ ഓപ്പണിംഗ് മൈനസ് പ്രിൻസിപ്പൽ ആണ് ക്ലോസിംഗ് വരേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോളാം, ഇത് 2x ആയിരിക്കണ്ടേ? കാരണം എന്താ? 2x മൈനസ് എക്സ് ആണ് എക്സ് വരാ അല്ലെ? ഇത് 2x ആവണമെങ്കിൽ ഇതെന്തായിരിക്കണം? ക്ലോസിംഗും സെക്കൻഡ് ഇയർത്തെ ക്ലോസിംഗും 2x ആവും. ഇത് 2x സെക്കൻഡ് ഇയർത്തെ ക്ലോസിംഗ് 2x ആവണമെങ്കിൽ ഓപ്പണിംഗ് എക്സ് കുറച്ചിട്ടല്ലേ വരാ? അപ്പൊ ഓപ്പണിംഗ് എന്തായിരിക്കണം? 3x ആയിരിക്കണം അല്ലെ? ഇത് ഓപ്പണിംഗ് 3x ആണെങ്കിൽ ഫസ്റ്റ് ഇയറില് ഓപ്പണിംഗ് എന്തായിരിക്കും? സോറി, ക്ലോസിംഗ് എന്തായിരിക്കും? 3x ആയിരിക്കും. ഫസ്റ്റ് ഇയർ ക്ലോസിംഗ് 3x വരണമെങ്കിൽ, എക്സ് കഴിഞ്ഞിട്ട് 3x വരണമെങ്കിൽ എത്ര ആയിരിക്കണം? 4x ആയിരിക്കും അല്ലെ? ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലെ? ഞാൻ ചെയ്ത് മനസ്സിലായല്ലോ. ഞാൻ എക്സ് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്തു മാത്രം. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. പ്രിൻസിപ്പിള് ലാസ്റ്റ് ഇയർ എക്സ് ആണ്, ലാസ്റ്റ് ഇയർ ക്ലോസിംഗ് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗും പ്രിൻസിപ്പളും സെയിം ആയിരിക്കും, ഓപ്പണിംഗ് എക്സ് ആയിരിക്കും. ഫോർത്ത് ഇയർത്തെ ഓപ്പണിംഗ് എക്സ് ആണെങ്കിൽ തേർഡ് ഇയർത്തെ ക്ലോസിംഗ് എക്സ് ആയിരിക്കും. തേർഡ് ഇയർത്തെ പ്രിൻസിപ്പൽ എക്സ് ആണ് അല്ലെ? അപ്പൊ ഓപ്പണിംഗ് എന്ന് എക്സ് കുറച്ചിട്ട് എക്സ് കിട്ടണമെങ്കിൽ ഓപ്പണിംഗ് എന്തായിരിക്കും? തേർഡ് ഇയറിൽ 2x ആയിരിക്കും.
തേർഡ് ഇയർത്തെ ഓപ്പണിംഗ് 2x ആണെങ്കിൽ സെക്കൻഡ് ഇയർത്തെ ക്ലോസിംഗ് 2x ആയിരിക്കും. അവിടെയും പ്രിൻസിപ്പൽ ആയിട്ടുള്ള എക്സ് കുറച്ചിട്ട് ക്ലോസിംഗ് 2x ആവണമെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് സെക്കൻഡ് ഇയറിൽ 3x ആയിരിക്കണം. സെക്കൻഡ് ഇയർത്തെ ഓപ്പണിംഗ് ബാലൻസ് 3x ആണെങ്കിൽ ഫസ്റ്റ് ഇയർത്തെ ക്ലോസിംഗ് ബാലൻസ് 3x ആയിരിക്കും അല്ലെ. ഫസ്റ്റ് ഇയർത്തെ ക്ലോസിംഗ് ബാലൻസ് 3x ആവാൻ എക്സ് കഴിഞ്ഞിട്ട് 3x ആവണമെങ്കിൽ എക്സ് ആണല്ലേ പ്രിൻസിപ്പൽ, എക്സ് കുറച്ചിട്ട് 3x ആവണമെങ്കിൽ ഓപ്പണിംഗ് എന്തായിരിക്കണം 4x ആയിരിക്കണം. ഇത്രയും ക്ലിയർ ആയല്ലോ, പറഞ്ഞു മനസ്സിലായല്ലോ, കൺസെപ്റ്റ് ക്ലിയർ ആയി. വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം, എന്താ ഞാൻ ചെയ്തത് നോക്കാം. റേറ്റ് y ആന്ന് പറഞ്ഞല്ലോ അല്ലെ. അങ്ങനെയാണ് ഓപ്പണിംഗിന്റെ മുകളിലല്ലേ വരിക നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് y ആണെങ്കിൽ ഓപ്പണിംഗ് x ആണ്, x ഇൻറ്റു y, അപ്പൊ xy കിട്ടും അല്ലെ. x ഇൻറ്റു y എന്ത് കിട്ടി, xy കിട്ടി. ഇവിടെ ഞാൻ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യണു, എന്താ ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ആണ് HP പ്രൈസ് അല്ലെ. HP പ്രൈസ് എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത്, ഓരോ വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് HP പ്രൈസ്. അത് ലാസ്റ്റ് ഇയർ എത്ര 40,000 അല്ലേ. ക്യാഷ് പ്രൈസ് എത്ര x അല്ലേ, ഇൻട്രസ്റ്റ് എത്ര XY അല്ലേ. അപ്പൊ x പ്ലസ് XY അല്ലെ ഈസ് ഈക്വൽ ടു എത്ര വന്നു 40,000 വന്നു. ഇതാണ് ഒരു ഇക്വേഷൻ എന്ന് പറയും. അതിന് ഇക്വേഷൻ 1 എന്നിട്ടു. ഇതേപോലെ ഞാൻ റിവേഴ്സ് വർക്ക് ചെയ്തു. ഇവിടെ നോക്കാം, ഇവിടെ 2x-ന്റെ മുകളിലാണ് പലിശ വരിക അല്ലെ. 2x-ന്റെ മുകളിലല്ല പലിശ വരേണ്ട, അപ്പൊ 2xy എന്ന് വരും ആണോ. എന്താ വരിക 2xy എന്ന് വരും. അപ്പൊ ഇവിടെയും സെയിം കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നു. ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു HP പ്രൈസ്. ക്യാഷ് പ്രൈസ് എത്ര x തന്നെയാണ്, ഇൻട്രസ്റ്റ് 2xy വന്നു അല്ലെ. ഇത് ക്ലിയർ ആയോ, ഈസ് ഈക്വൽ ടു എത്ര വന്നു 45,000 വന്നു അല്ലെ. ഇതിന് ഇക്വേഷൻ 2 എന്നിട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടെത്തിക്കൂടെ. x വെട്ടിപ്പോയി, ഇവിടെ മൈനസ് ആവും, ഇവിടെ മൈനസ് ആവും അല്ലെ, ഇവിടെ മൈനസ് ആവും. x വെട്ടിപ്പോയി ഇവിടെ മൈനസ് XY എന്നായി മാറി, ഈസ് ഈക്വൽ ടു മൈനസ് 5000 അല്ലെ. സോ XY ഈസ് ഈക്വൽ ടു 5000. XY എന്ന് പറയുന്നത് ഏതാ, ഈ ഫിഗർ ആണല്ലേ. അപ്പൊ ഇവിടെ എന്തായി മാറി 5000 അല്ലെ, 5000 ആണോ. അപ്പൊ 40,000-ൽ 5,000 പലിശയാണെങ്കിൽ മുതൽ എത്രയായി 35,000. അപ്പൊ അതേ മുതൽ തന്നെ എല്ലാത്തിലും വരുന്നത് 35,000. സെയിം മുതലായിരിക്കണം എന്നല്ലേ പറഞ്ഞത്. 35,000 എത്രയാ 35,000 ആണോ. മുതലിന്റെ ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ 4 വർഷം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും, ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞില്ല എന്ന് മാത്രം, 1,40,000 നോക്കിയാൽ മതി. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. അതന്നെ നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കിട്ടും ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി നോക്കുക, ഇത് വെച്ച് വർക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വരും 35,000 അല്ലേ. എക്സ് വന്നിട്ടുള്ള എക്സ് എന്ന് പറയണ കേട്ടോ 35,000 എന്നുള്ളത് അല്ലെ. പ്രിൻസിപ്പൽ 35,000 ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ലാസ്റ്റ് ഇയർ എത്രയായിരിക്കും 35,000 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ തേർഡ് ഇയറിന്റെ ക്ലോസിംഗ് എത്രയായിരിക്കണം 35,000 ആയിരിക്കണം ആണോ. ഇനി തേർഡ് ഇയറിന്റെ ഓപ്പണിംഗ് 2x എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ x എന്ന് പറഞ്ഞാൽ 35,000 അല്ലേ. 2x പറയുമ്പോ എത്ര വന്നു 70,000 വന്നു. 2x എന്ന് പറയുമ്പോ എത്ര വന്നു 70,000 വന്നു അല്ലെ. അപ്പൊ 70,000 45,000 അടച്ചു. 45,000-ൽ 35,000 എന്താ പ്രിൻസിപ്പൽ ആന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എത്ര വരും 10,000 വരും ആണോ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ അല്ലെ. ഇനി വീണ്ടും ഇതേപോലെ 3x എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. 3x പറഞ്ഞ x എത്രയാ 35,000 അല്ലേ. അപ്പൊ എത്ര 1,05,000 ആണോ. ഇത് ഇവിടെ 2x അല്ലേ, ഇവിടെ സെയിം ഫിഗർ അല്ലേ വരെ 70,000 അല്ലേ വരിക ആണോ. ഇനി 50,000-ൽ 35,000 പ്രിൻസിപ്പൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് എത്ര വന്നു 15,000 വന്നു. ഞാൻ പറയണത് ക്ലിയർ ആയോ. ദെൻ ഇവിടെ 4x എന്ന് പറഞ്ഞാൽ 4 × 35,000 1,40,000 കറക്റ്റ് അതിലേക്ക് എത്തിക്കല്ലേ. ഇവിടെ 1,40,000 തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലെ. അതില് ഇവിടെ 1,05,000 വരും ആണോ. 55,000-ൽ 35,000 ആണ്. ഇൻട്രസ്റ്റ് എത്ര വന്നു 20,000 അല്ലെ. അപ്പൊ ക്യാഷ് പ്രൈസ് നെറ്റ് ക്യാഷ് പ്രൈസ് ആണ് കേട്ടോ, ഡൗൺ പേയ്മെന്റ് ഉണ്ട് അല്ലെ. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ക്യാഷ് പ്രൈസ്. ടോട്ടൽ ക്യാഷ് പ്രൈസ് ഈസ് ഈക്വൽ ടു അല്ലെ എത്ര വരും 1,40,000 ഈസ് ഈക്വൽ ടു 1,40,000 പ്ലസ് 60,000 therefore rupees 2 lakh. ഓക്കെ. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബുക്കിൽ, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബുക്കിൽ ഇതേ സാധനം തന്നെ വേറെ രീതിയിലാണ് പറഞ്ഞത്. കുറച്ചും കൂടി നമുക്ക് ലോജിക്കലി ആലോചിക്കാവുന്ന രീതിയിലാണ് പറഞ്ഞതെന്ന് മാത്രം. ഞാൻ എക്സും വൈ വെച്ചിട്ട് എന്ത് ചെയ്തു വർക്ക്ഔട്ട് ചെയ്തു. സെയിം ആൻസർ തന്നെയാണ്. ഞാൻ പറയണത് ക്ലിയർ ആയോ. നേരത്തെ ഞാൻ പറഞ്ഞ അതേ തന്നെ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് HP പ്രൈസ് തന്നിട്ടുണ്ട് ഓരോ വർഷത്തെ. എന്താ പ്രിൻസിപ്പൾ ഈക്വൽ ആന്ന് പറഞ്ഞു. പ്രിൻസിപ്പൾ ഈക്വൽ അല്ല എന്ന് പറഞ്ഞാലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഒരു പ്രപ്പോർഷൻ തന്നാൽ മതി. ഓക്കെ. ദെൻ അടുത്ത് പ്രിൻസിപ്പൾ ഈക്വൽ ആന്ന് പറഞ്ഞു. ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടില്ല.
ആണോ? ഓരോ പ്രാവശ്യത്തെ ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട്, HP പ്രൈസും തന്നിട്ടുണ്ട്, എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം എന്നാണ് ഈ ലാസ്റ്റ് പ്രോബ്ലത്തിൽ കണ്ടത്. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഇൻ HP പ്രോബ്ലംസ്, ഓക്കെ, ഹയർ പർച്ചേസ് പ്രോബ്ലംസ് അവസാനിച്ചു. ഇത് ക്ലിയർ ആവുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് പഠിച്ചത് നമുക്കൊന്ന് നോക്കി നോക്കാം. ശ്രദ്ധിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതായിട്ട് നിങ്ങൾ എല്ലാ പ്രോബ്ലംസും ചെയ്ത് ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്ത് നോക്കണം, വർക്ക്ഔട്ട് ചെയ്ത് നോക്കും വേണം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോളൂ ഏതൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസാ. ആദ്യത്തെ തരത്തിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ട്, HP പ്രൈസ് തന്നിട്ടുണ്ട് അല്ലെ, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് വിളിച്ചു? വേരിയസ് ഇയേഴ്സ് ഓക്കെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു അല്ലേ? അതൊരു തരത്തിലുള്ള പ്രോബ്ലം ചെയ്തു. രണ്ടാമത്തെ തരത്തിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് HP പ്രൈസ് തന്നു. ഇവിടെ ഡൗൺ പേയ്മെന്റ് വേണമെങ്കിൽ എഴുതാട്ടോ, ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൺസിഡർ ചെയ്യാം. HP പ്രൈസ് തന്നു അല്ലെ, പിന്നെ ഡൗൺ പേയ്മെന്റ് തന്നു, പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റും തന്നു. അതില് ക്യാഷ് പ്രൈസും കണ്ടുപിടിച്ചു, പ്ലസ് എന്താ ഈച്ച് ഇയേഴ്സ് ഇൻട്രസ്റ്റും കണ്ടുപിടിച്ചു അല്ലെ, ഈച്ച് ഇയേഴ്സ് ഇൻട്രസ്റ്റും കണ്ടുപിടിച്ചു. ആണോ? തേർഡ് പ്രോബ്ലം സെയിം തന്നെ, HP പ്രൈസും തന്നു, പ്ലസ് ഡൗൺ പേയ്മെന്റ് തന്നു, പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നു. അത് നമ്മൾ എന്താ വിളിച്ചു? ആന്വിറ്റി മെത്തേഡ് അപ്ലൈ ചെയ്തു. ആന്വിറ്റി മെത്തേഡ് അപ്ലൈ ചെയ്തു. ആന്വിറ്റി മെത്തേഡ് എപ്പോഴാണ് അപ്ലൈ ചെയ്യാന്നാ പറഞ്ഞത്? ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കുക അല്ലെ. എപ്പോഴാ അപ്ലൈ ചെയ്യുക? വെൻ ഇൻസ്റ്റാൾമെന്റ് അല്ലെ, വെൻ ഇൻസ്റ്റാൾമെന്റ് for each year is same. ഓരോ വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് സെയിം ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ മെത്തേഡ് അപ്ലൈ ചെയ്യണം അല്ലെ. ഞാൻ പറയുന്നത് ക്ലിയർ ആവുണ്ടല്ലോ അല്ലെ? അല്ലെ ആന്വിറ്റി മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അല്ലെ ആന്വിറ്റി മെത്തേഡിൽ നമ്മൾ ആന്വിറ്റി ഫാക്ടർ കണ്ടുപിടിച്ചു. ആണോ? ആന്വിറ്റി ഫാക്ടർ കണ്ടുപിടിച്ചു. എങ്ങനെ ആന്വിറ്റി ഫാക്ടർ കാണാം? 1 മൈനസ് 1 ഡിവൈഡഡ് ടു 1 പ്ലസ് r ഹോൾ റൈസ് ടു n അല്ലെ, ഹോൾ ഡിവൈഡഡ് ടു r അല്ലെ. r എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അല്ലെ, n എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റ് അല്ലെ, നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റ്. ആണോ? ഇതാണ് നമ്മൾ പഠിച്ച ആന്വിറ്റി ഫാക്ടർ എന്നുള്ള അല്ലെ. നമ്മൾ നാലാമതുമായിട്ട് പഠിച്ച പ്രോബ്ലം ആണ് എന്താ? HP പ്രൈസ് തന്നിട്ടുണ്ട് അല്ലെ, പ്ലസ് ഇൻഫോർമേഷൻ തന്നു. എന്ത് ഇൻഫോർമേഷൻ തന്ന? ദാറ്റ് cash price is equal in each installment അല്ലെ. ഓരോ ഇൻസ്റ്റാൾമെന്റ് എന്താ? ക്യാഷ് പ്രൈസ് ഈക്വൽ ആണെന്നുള്ള. ക്ലിയർ ആയല്ലേ? ഈ 4 തരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ 4 തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. 4 മുതൽ 6 മാർക്കിന് വരെ എന്ത് ചെയ്യാം? ചോദിക്കുക നിങ്ങൾക്ക്. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നത് ക്ലിയർ ആവുണ്ടോ? അടുത്ത ക്ലാസ് നമുക്ക് ജേർണൽ എൻട്രിയിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുവരെ എടുത്ത പ്രോബ്ലംസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഓരോ പ്രോബ്ലം റിവൈസ് ചെയ്ത് നോക്കുക. സംശയം കണ്ട് എന്ത് ചെയ്യുക? ചോദിക്കുകയും ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.